ബിഗ് ബോസ് എന്ന മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടനെ കൂട്ടുപിടിച്ച് ജാസ്മിനും ഫാദറും തമ്മിൽ നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് പ്രേക്ഷകരെ വിട്ടികളാക്കാൻ നടത്തിയ നാണം കെട്ട നാടകത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അച്ഛന്റെ അസുഖത്തെപ്പറ്റി അച്ഛനും മകളും തമ്മിൽ നടത്തിയ സംഭാഷണം ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ മാത്രമാണ് പ്രേക്ഷകരെ കാണിക്കാത്തതെന്നാണ് ബിഗ് ബോസ് കൊടുക്കുന്ന വിശദീകരണം. ഈ ഒരു സംഭാഷണം കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന രണ്ട് സംഭവങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 3 ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, ഡിംബൽ എന്നാണ് പേര്. അവർ ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് അവരുടെ ഫാദർ മരണപ്പെടുകയുണ്ടായി. അന്ന് സ്വന്തം പിതാവിന്റെ മരണവാർത്ത ഡിംബലിനെ അറിയിക്കുന്ന വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ക്ലോസപ്പ് ഷോട്ടുകളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ച അതേ ബിഗ് ബോസ് ആണ് ഇത്രയും മുടന്തൻ ന്യായം പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 3 മറ്റൊരു മത്സരാർത്ഥിയായിരുന്ന ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവും ആ ഒരു ബിഗ് ബോസ് സീസണിൽ വെച്ച് തന്നെ മരണപ്പെടുകയുണ്ടായി. അന്നും വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ യാതൊരുവിധ ഉളുപ്പും കൂടാതെ ബിഗ് ബോസ് ഷൂട്ട് ചെയ്ത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതേ ബിഗ് ബോസ് ആണ് ഇന്ന് പറയുന്നത് അച്ഛനും മകളും തമ്മിൽ അസുഖത്തെക്കുറിച്ചുള്ള സംഭാഷണം ആയതുകൊണ്ടാണ് പ്രേക്ഷകരെ കാണിക്കാത്തതെന്ന്. ബിഗ് ബോസ് ഈ മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് ജാസ്മിനോട് പറയുന്നുണ്ട് ഫാദറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല, പിന്നീട് അവരൊരു ഡേറ്റ് അറിയിക്കുമ്പോൾ മാത്രമേ പോവുകയുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ജാസ്മിന്റെ അച്ഛൻ വീട്ടിലുണ്ട്, അതെല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ബിഗ് ബോസ് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു എന്നും പറഞ്ഞ് ഇനി ആരും യൂട്യൂബ് വീഡിയോയുമായി വരരുത് എന്നാണ് ബിഗ് ബോസ് അവിടെ പറയാതെ പറഞ്ഞത്. എന്തായാലും പ്രേക്ഷകരെ വിട്ടികളാക്കിക്കൊണ്ട് ജാസ്മിൻ ഒരു കപ്പ എന്ന ബിഗ് ബോസ് നടത്തുന്ന നാടകത്തിന്റെ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. താങ്ക് യു.